വിവാഹ വാർഷിക ദിനത്തിൽ സമ്മാനമായി നൽകിയ ചരക്ക് ലോറിയുടെ താക്കോൽ ജലജ ഫസ്റ്റ് ഗിയറിട്ടത് കാശ്മീരിലേക്കായിരുന്നു. പിന്നീട് സംഭവിച്ചത് കുടുംബത്തിലെ പെൺപടയുടെ അതിസാഹസിക ജീവിതകഥയാണ്. ഏറ്റുമാനൂരിലെ പുത്തേട്ട് ലോറി ട്രാൻസ്പോർട്ട് ഉടമ രതീഷ് 19ാം വിവാഹ വാർഷിക ദിനത്തിൽ ചരക്ക് ലോറിയുടെ താക്കോൽ ഭാര്യ ജലജയ്ക്ക് നൽകി. 2022 ഫെബ്രുവരി 2-ന് രതീഷിനൊപ്പം ചരക്കുമായി ജലജ കാശ്മീരിലേക്ക് ഫസ്റ്റ് ഗിയറിട്ടത് പുതിയ ജീവിതയാത്രയ്ക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്കൂട്ടറോ കാറോ ഒക്കെ ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ലോറി ഓടിക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. എപ്പോഴും സ്ഥലം കാണാൻ പോകണമെന്ന് പറയായിരുന്നു ചേട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാശ്മീർ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ ലോറി ഓടിക്കുകയാണ് എവിടെയാണെങ്കിലും പോകാൻ. അങ്ങനെ ഓഫർ വെച്ച് ഞാൻ ഓഫർ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ പോയി. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ തന്നെ പോയി ഞങ്ങൾ. വൈകാതെ കുടുംബത്തിലെ 2 വനിതകൾ കൂടി ഡ്രൈവർമാരായി. ഡിഗ്രി വിദ്യാർത്ഥിയായ മകൾ ദേവികയും സഹോദരൻ രാജേഷിന്റെ ഭാര്യ സൂര്യയും 3 പേരും എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ആയതോടെ 30 ലോറികളുള്ള രതീഷ് ത്രില്ലിലാണിപ്പോൾ. എല്ലാവരും വണ്ടി ഓടിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും കൊണ്ടുവന്നു. ഇപ്പം മുത്തൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ വണ്ടി ഓടിക്കാനും നല്ല ഒരു എന്നാ പറയുന്നത് ഡ്രൈവിങ്ങിനോട് നല്ല താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ പുത്തേട്ട് ട്രാൻസ്പോർട്ട് വ്ലോഗിലൂടെ വനിതകൾ വളയം പിടിക്കുന്ന ലോറി യാത്രയുടെ വിശേഷങ്ങൾ ലോകമറിയുകയാണിപ്പോൾ. 25 കൊല്ലം മുമ്പ് എരുമേലിയിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് കുടിയേറിയതാണ് രതീഷും രാജേഷും. താമസം ഒറ്റ വീട്ടിലാണ്. പ്ലൈവുഡും റബ്ബറും സവാളയും ഇഞ്ചിയും ഒക്കെയായി 22 സംസ്ഥാനങ്ങൾ മൂവരും ചുറ്റിക്കറങ്ങി. കാശ്മീരിനു പിന്നാലെ മഹാരാഷ്ട്രയിലേക്കും നേപ്പാളിലേക്കും ഒക്കെ യാത്ര. ഹരിദ്വാറും ഋഷികേശും ചുറ്റുമ്പോൾ രതീഷിന്റെ അമ്മ ലീലയും കൂട്ടി. 2022 ശേഷം ചേച്ചി കുറെ പോയിട്ടുണ്ട്. ഇതുവരെ യാത്ര ചെയ്തു കുറച്ചേ ഉള്ളല്ലോ ഇന്ത്യ കറങ്ങി. ജലജ ഹെവി ലൈസൻസ് എടുത്തത് 2018-ലാണ്. വൈകാതെ സൂര്യയും വിദ്യാർത്ഥിയായ ദേവികയും ലൈസൻസ് എടുത്തു. എറണാകുളം രാജഗിരി കോളേജിലും ദേവിക ഇപ്പോൾ താരമാണ്. അനിയത്തി ഗോപിക ലൈസൻസിനായി കാത്തിരിക്കുന്നു. അത് ആദ്യം ഇങ്ങനെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ അറിയത്തില്ല, ഇതിനെപ്പറ്റി വീണ്ടത്തില്ല. അപ്പൊ പിന്നെ വീഡിയോ വന്നിട്ട് ഇവരെല്ലാം കാണുന്നേ. അപ്പൊ ഇങ്ങനെ ഇവരെല്ലാരും കണ്ടിട്ട് നീ വണ്ടി ഓടിക്കോ? ഞാനിങ്ങനെ ഓടിക്കും. പെട്ടെന്ന് എനിക്ക് എന്നെ പറയണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ഓടിക്കും. പിന്നെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു ആദ്യം ഓടിക്കോ. ഏപ്രിൽ മെയ്യിൽ ലക്നോ ഷില്ലോങ് യാത്രകളിൽ ജലജയും സൂര്യയും ദേവികയും ഡ്രൈവർമാരായി. രതീഷും സൂര്യയുടെ മകളായ ഗംഗയും 2.5 വയസ്സുകാരി ദക്ഷയും ഒപ്പം കൂടി. ക്യാബിനിൽ അധികമായി AC ഘടിപ്പിച്ചു. ഉറക്കം ലോറിയിൽ, വഴിയരികിൽ പാചകം. ചോറ് വെക്കും. ചോറ് വയ്ക്കും. പിന്നെ ചോറിന് എല്ലാ കറിയും വയ്ക്കും കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ ചിക്കൻ വയ്ക്കും, മീൻ വയ്ക്കും, പിന്നെ വെജിറ്റബിൾ വയ്ക്കും, എല്ലാം വയ്ക്കും. കാശ്മീർ യാത്രയിലെ വീഡിയോയും ഫോട്ടോയും സുഹൃത്തുക്കൾ ചോദിച്ചു. ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു. രതീഷാണ് ക്യാമറമാൻ, ജലജ വ്ലോഗറും. ആരാധകരിൽ വിദേശികളുമുണ്ട്. അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് വരെ ഇവരെ കാണാൻ ആളുകൾ എത്താറുണ്ട്. ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു തരാം. അപ്പോൾ ചേട്ടായി പറയുന്നത് നമുക്കെന്നാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ച് ABCD പോലും അറിയില്ല. യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ളതല്ല. അത് യൂട്യൂബ് ചാനൽ തുടങ്ങാം. അപ്പോൾ അതിൽ വീഡിയോ ഇടാണ് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആ വീഡിയോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൗണ്ട് കൊടുത്ത് അങ്ങനെ ഇട്ടതാണ്.